നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 1199 ഇടവ മാസത്തിൽ ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് അനുഭവപ്പെടുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഈ മാസത്തിലെ കുറേ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലിക ഫലങ്ങൾ അല്ലെങ്കിൽ മാസഫലങ്ങൾ, ദിവസഫലങ്ങൾ, ഇതൊക്കെ നമ്മൾ താൽക്കാലികമായ ഗ്രഹമാറ്റങ്ങളെയും ഗ്രഹങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഗ്രഹമാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വ്യാഴം ഇടവൻ രാശിയിലേക്ക് മാറിയിട്ടുണ്ട്. മേടത്തിൽ നിന്ന് സൂര്യനും വ്യാഴവും കൂടെ ഒരു രാശിയിൽ യോഗം ചെയ്താണ് നിൽക്കുന്നത്. ഈ മാസം സൂര്യൻ സഞ്ചരിക്കുന്നതോടുകൂടി വ്യാഴത്തിന് മൗഢ്യം നേരിടുന്ന അവസ്ഥയും ഉണ്ടാകും. ബുധനും ശുക്രനും മേടൻ രാശിയിലുണ്ട്. ചൊവ്വ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറിയിട്ടുണ്ട്. മീനത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. കേതുവാണെങ്കിൽ കന്നി രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാന ഗ്രഹമാറ്റങ്ങളായിട്ട് പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ ഇടവമാസത്തെ ഫലങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് ആ കൂറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പൊതുഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് ഓരോ നക്ഷത്രക്കാർക്കുമുള്ള പ്രത്യേക ഫലങ്ങളും കൂടെ നോക്കാം. മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ പാദവും. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നോക്കുമ്പോൾ ഗുണകരമായ അവസ്ഥയാണ്. കാരണം മേടത്തിൽ ശുക്രൻ്റെ സ്വാധീനമുണ്ട്. ശുക്രൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന സമയം നല്ലൊരു സമയമായിരിക്കും. പ്രണയ കാര്യങ്ങളിലും അതുപോലെ സൗന്ദര്യ സംബന്ധമായ കാര്യങ്ങളിലും സുഖസൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ അനുകൂല ഫലങ്ങളാണ് ഇടവമാസത്തിൽ ഉണ്ടാകുന്നത്. ശുക്രൻ്റെ ആധിപത്യമുള്ള രാശി കൂടെയാണ് ഇടവം. അപ്പോൾ ഈ ഇടവ മാസത്തിൽ ശുക്രൻ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുണകരമായിട്ട് വരുന്നുണ്ട്. സമാധാനവും സമൃദ്ധിയും, ഒരു പരിധിവരെ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലിക്കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ വളരെ കാലമായിട്ട് നിലനിന്നിരുന്ന ചില തർക്കങ്ങൾ, അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറേ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ വീട് പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കിയ വീട്ടിലേക്ക് താമസം മാറ്റാനോ ഒക്കെ ഈ മാസം സാധിക്കുന്നതാണ്. വാഹനം, ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അപ്പം വീടിൻ്റെയും വാഹനത്തിൻ്റെയൊക്കെ ഒരു പരിധിവരെ ആഡംബരങ്ങളുടെയൊക്കെ കാരകനാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ശുക്രൻ ജന്മക്കൂറിലാണ് നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള യോഗമുണ്ട്. വിദേശ പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ വ്യാഴത്തിന് മൗഢ്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാസം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മൗഢ്യം വ്യാഴത്തിന് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ചില ജാതക ഘടന കൂടെ നോക്കണം. അവിടെ ജാതകത്തിൽ പ്രത്യേക വ്യാഴത്തിന് ദുസ്ഥിതി ഒക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴം മൗഢ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഈ സുഖസൗകര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കെയർ എടുക്കേണ്ട അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മറന്നു പോകരുത് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യം പറഞ്ഞത്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. നാഡി സംബന്ധമായ അല്ലെങ്കിൽ ബ്രെയിനുമായിട്ട്, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് വ്യാഴത്തിൻ്റെ ദോഷം ഉള്ളവർക്കും രാഹുകേതുക്കളാണ് നാഡീ ഞരമ്പുകളുടെ കാരകന്മാർ എന്ന് പറയുന്നത്. അപ്പം രാഹുകേതുക്കൾ ജാതകത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു സമയത്ത് വ്യാഴം ദോഷകരമായിട്ടും രാഹുകേതുക്കൾ ദോഷകരമായിട്ടുമാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ശാരീരികമായ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടാനായിട്ട് മടിക്കരുത്. പൊതുവെ നോക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളാണ്. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നല്ലൊരു പരിധിവരെ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടിയുള്ള പരിശ്രമം, ഈശ്വരവിശ്വാസത്തോടു കൂടിയുള്ള പരിശ്രമം ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ ഇടവമാസം എന്ന് പറയുന്നത്. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാനും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനും മാതാപിതാക്കളുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനുമൊക്കെ സാധിക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനോപകരണങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കടം കൊടുത്ത തുക തിരികെ കിട്ടാനായിട്ട് യോഗമുണ്ട്.
വ്യാപാര രംഗത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം ഗുണകരമായ ഒരു സമയമാണ്. അവർക്ക് അർഹമായ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. അമിത ലാഭത്തിന് സാധ്യത പറയാൻ പറ്റില്ല. യാത്രകൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ഒക്കെ യാത്ര ചെയ്യാനായിട്ടുള്ള യോഗം ഉണ്ട്. ഇനി നമുക്ക് അശ്വതിക്കാരുടെ പ്രത്യേക ഫലം നോക്കുമ്പോൾ ഈ പറഞ്ഞ പൊതുഫലങ്ങളൊക്കെ അശ്വതിക്കാർക്ക് ബാധകമാണ്. ജോലിയിലുള്ള ഗുണകരമായ അവസ്ഥ, വീട് പണി പൂർത്തിയാക്കുക, വീട്ടിലേക്ക് താമസം മാറ്റുക, പുതിയ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഏതാണ്? നിലവിലുള്ള താമസം മാറ്റാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പ്രതികൂല സാഹചര്യങ്ങൾ കുറച്ചൊക്കെ നേരിടേണ്ടി വരും അവർക്ക്. എങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ തോതിലുള്ള ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിലാണ് കൂടുതൽ. സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ സാമ്പത്തികമായ കാര്യങ്ങളിൽ ചതിവ് പറ്റാനുള്ള നേരിയ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അശ്വതിക്കാർ സാമ്പത്തിക ഇടപാടുകളിൽ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. വ്യാപാര കാര്യങ്ങളിൽ ആണെങ്കിലും ജീവിതത്തിലാണെങ്കിലും രേഖകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുക ഇടവമാസത്തിൽ. കാരണം ഈ സാമ്പത്തികമായിട്ട് ചെറിയൊരു അബദ്ധം പറ്റാനുള്ള സാധ്യത അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. എന്താണെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക. നന്നായിട്ട് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊക്കെ ആണെങ്കിൽ, അതായത് പണം നിക്ഷേപിക്കുന്ന നിക്ഷേപ പദ്ധതികളിൽ, അത് ഷെയർ മാർക്കറ്റ് ആണെങ്കിലും അതുപോലെ വ്യാപാര കാര്യങ്ങളിലാണെങ്കിലും നന്നായിട്ട് ചിന്തിച്ച് അതിൻ്റെ വരുംവരാഴികളൊക്കെ ചിന്തിച്ചിട്ട് മാത്രം പണം മുടക്കുക. അല്പം റിസ്ക് ഉണ്ട്, ധനസംബന്ധമായ കാര്യത്തിൽ അല്പം റിസ്ക് ഉണ്ട്. എന്നാൽ മറ്റ് കുടുംബപരമായ സന്തോഷങ്ങൾ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹാന്തരീക്ഷവും മനസ്സും അല്പം അശാന്തി ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് ജോലിസ്ഥലത്തൊക്കെ നേട്ടവും ഗുണകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകും. വീടിൻ്റെ പണികൾ തീർക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ സാധിക്കുമെങ്കിലും വീട്ടിലെ പൊതുവെയുള്ള അന്തരീക്ഷം ഒരല്പം മടുപ്പുണ്ടാക്കുന്ന അന്തരീക്ഷമായിരിക്കും. മനസ്സിനൊരു അല്പം അശാന്തി ഉണ്ടാകും. അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. മറ്റ് ഗുണാനുഭവങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ചെറിയ നെഗറ്റീവ് അനുഭവം ഉണ്ടാകും. നമുക്ക് മറ്റ് കർമ്മരംഗത്തൊക്കെ നേട്ടം ഉണ്ടായാലും അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകാം. ബന്ധുജനങ്ങളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ മാനസികമായ അകൽച്ച അനുഭവപ്പെടാം. അല്ലെ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ജാതകത്തിലെ പൊസിഷൻ അനുസരിച്ച്, ചൊവ്വയുടെ സ്ഥാനം അനുസരിച്ചാണ് അത് കൂടുതലും കലഹം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. പൊതുവേ നോക്കുമ്പോഴത്തേക്ക് ഒരു അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസമാകാം, തർക്കമാകാം, അങ്ങേയറ്റം കലഹത്തിലും എത്താം. മുൻകോപവും ക്ഷമയില്ലായ്മയും ഉണ്ടാകാം. അതുമൂലം പല ദോഷങ്ങളും അല്ലെ പല ബന്ധങ്ങളും അറ്റുപോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ അമിത ചെലവ് വിഷമിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ ചെലവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അതുപോലെ ദാനമൊക്കെ നൽകുമ്പോൾ അർഹരായവർക്ക് മാത്രം ദാനം ചെയ്യുക. വെറുതെ ഒരാൾക്ക് കൊടുത്ത് പിന്നീട് അതിനെപ്പറ്റി ദുഃഖിക്കാനായിട്ട് ഇടവരേണ്ടതില്ല. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. കാർത്തികയുടെ ആദ്യ പാദമാണ് മേടക്കൂറിൽ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സന്ദർഭമാണ്. ശുക്രൻ്റെ ആനുകൂല്യമൊക്കെ അവർക്ക് കിട്ടുന്നതാണ്. അതുപോലെ ജോലിയിൽ ഗുണകരമായ മാറ്റങ്ങൾ. വീടിനെ സംബന്ധിച്ചിടത്തോളം, വീട് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം വീട് പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനോ സാധിക്കും. വാഹനം വാങ്ങിക്കാൻ സാധിക്കും. ജോലിയിൽ പൊതുവെ സമാധാന അന്തരീക്ഷം അവർക്ക് കിട്ടുന്നതാണ്. ജോലിയിൽ കുറച്ച് നേട്ടങ്ങളും അവർക്കുണ്ടാകും. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ ഇടവ മാസത്തിൽ എഴുതുന്ന ടെസ്റ്റുകൾ അവർക്ക് ഗുണകരമാകും എന്നുള്ളതാണ് പൊതുവെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. മേടക്കൂറിൽ പെടുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊള്ളുക. അവർക്ക് സാധ്യതയുണ്ട്, ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈവറ്റ് മേഖലയിലും അവർക്ക് ശ്രമിക്കാവുന്നതാണ്. പിന്നെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമിത കോപമാണ് അവർക്ക് ദോഷകരമായൊരവസ്ഥ ഉണ്ടാക്കുന്നത്. ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ പണം നമുക്ക് വന്നു ചേർന്നാലും പണം അങ്ങോട്ട് ചിലവായി പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടുകയില്ല. കയ്യിലൊരു അല്പം തുക മിച്ചം വെക്കാമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അനുചിതമായ സന്ദർഭങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും സന്ദർഭം നോക്കി മാത്രമേ അഭിപ്രായം പറയാവുള്ളൂ. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ അമിത കോപം കൊണ്ടുള്ള അഭിപ്രായ പ്രകടനം അവർക്ക് ദോഷകരമായിട്ട് വന്നേക്കാം.
മേലുദ്യോഗസ്ഥരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മേലുദ്യോഗസ്ഥർ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലാതെ വന്നേക്കാം. എങ്കിലും നല്ല രീതിയിൽ സഹകരിച്ച് സഹപ്രവർത്തകരുമായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ സഹകരിച്ച് പോയാൽ ആ ജോലിയിലെ അന്തരീക്ഷം കൂടുതൽ സുഖകരമാക്കാനായിട്ട് അവർക്ക് സാധിക്കും. രക്തസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിപരീതമായ പല അനുഭവങ്ങളും ലൈഫിൽ ഉണ്ടാകാം. അതായത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നോ ഒക്കെ എതിർപ്പുകൾ നേരിടേണ്ടി വരാം. അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായവുമായിട്ട് അവർ യോജിക്കാത്ത ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കരിയറിൽ പുരോഗതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അവർക്ക് ജീവിതത്തിൽ ജോലിയിൽ പുരോഗതിയോ നേട്ടങ്ങളും പ്രൊമോഷനോ ഒക്കെ കിട്ടിയേക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ സ്വയം ചെയ്യുന്ന പല കാര്യങ്ങളിലും സംതൃപ്തി അനുഭവപ്പെടും. എങ്കിൽ ഈ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെ പങ്കാളികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്പം ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഉണ്ടായേക്കാം. അതേ ഉള്ളൂ. അവരും ഈ പറഞ്ഞ പോലെ വിവാദങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അനവസരങ്ങളിൽ ചെയ്യുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയുള്ളത്. അതുകൊണ്ട് തന്നെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും മിതമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പറയണം. പക്ഷേ അത് മിതമായ രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കാരണം അത് എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ആ ആരോപണ വിധേയൻ്റെ ചെവിയിലെത്തും. അത് വീണ്ടും കൂടുതൽ ശത്രുതയ്ക്ക് കാരണമാകും. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി മോശമായ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക. പിന്നെ ധനപരമായിട്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കൂടുതലായിരിക്കും. മേടക്കൂറുകാരെക്കാളും കുറച്ചുകൂടെ കൂടുതൽ നേടാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവർ അല്പം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ പറഞ്ഞ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒരു കേസിലേക്കോ വഴക്കിലേക്കോ എത്തിച്ചേരാതിരിക്കാനുള്ളൊരു ശ്രദ്ധ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക കൂടുതലായിട്ട്. അപ്പം ഇതാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഇടവമാസ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ പൊതുഫലങ്ങൾ എന്ന് പറയുന്നത് ഈ 3 നക്ഷത്രക്കാർക്കും ഏകദേശം ഒരുപോലെയായിരിക്കും. സാമാന്യം നേട്ടങ്ങളാണ്, പോസിറ്റീവായ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. എന്നാൽ നക്ഷത്ര പ്രത്യേകതകൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ ഓരോ നക്ഷത്രത്തിൻ്റെയും ഇപ്പോഴുള്ള ആ സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. പിന്നെ ജാതകം അനുസരിച്ച് കുറച്ച് വ്യത്യസ്തമായിരിക്കും അനുഭവങ്ങൾ. പൊതുവായ അനുഭവങ്ങൾ ഒരു 3/4 ഭാഗം ശരിയാകുമെങ്കിലും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് അല്പം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഈശ്വര പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭഗവാന് എപ്പോഴും ഒരു വഴിപാട് ചെയ്യുക. ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ പ്രത്യേകിച്ചും അത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നാഗദൈവങ്ങൾക്കും വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാർ ദേവിക്ക് വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബദേവതയായിട്ട് ദേവി ഉണ്ടെങ്കിൽ ആ ദേവിക്ക് വേണം ആദ്യം വഴിപാട് ചെയ്യാൻ. അർച്ചനയോ പട്ട് സമർപ്പണമോ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ജോലിക്ക് ശ്രമിക്കുന്നതിന് മുമ്പും പുതിയ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പും ഈ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം നേദിക്കുന്നത് നല്ലതാണ്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന നടത്തുന്നതും പുഷ്പമാല സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. ഭസ്മാഭിഷേകം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യാം ഓരോ കാര്യസാധ്യത്തിനായിട്ട്. എങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സമർപ്പണം ചെയ്തിട്ട് ജോലിക്കും പുതിയ വ്യാപാര സംരംഭങ്ങൾക്കൊക്കെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇടവമാസം മംഗളകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.